വിദേശത്ത് മധുവിധു ആഘോഷിച്ച് മടങ്ങുകയായിരുന്ന നവദമ്പതികൾ ഉൾപ്പെടെ 4 പേർ വാഹനാപകടത്തിൽ മരിച്ചു. പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ പുലർച്ചെയുണ്ടായ അപകടത്തിലാണ് നവദമ്പതികളും ഇരുവരുടെയും അച്ഛന്മാരും മരിച്ചത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടം. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയെന്നാണ് പ്രാഥമിക നിഗമനം. വിശദാംശങ്ങളുമായി CK അഭിലാൽ ചേരുന്നു. അഭിലാൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഈ 4 പേരുടെയും ഭൗതികദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? മോർച്ചറിയിലേക്ക് മാറ്റുന്ന നടപടികൾ എപ്പോഴാണ്? അതിദാരുണവും അതോടൊപ്പം തന്നെ അതിഭീകരവുമായ അപകടമാണ് ഉണ്ടായത്. കുടുംബാംഗങ്ങൾ 4 പേരും ഞായറാഴ്ച പുലർച്ചെ തിരിച്ച് എത്തും എന്ന് കരുതിയിരുന്ന കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് അതിദാരുണമായ അപകടത്തിൻ്റെ വാർത്തയാണ് എത്തുന്നത്. ഒപ്പം തന്നെ മരണവിവരം കൂടി എത്തിച്ചേരുന്നു. പുലർച്ചെ 4:05 പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കൂടൽ പോലീസ് സ്റ്റേഷൻ പിന്നിട്ട് ഏറെക്കുറെ 2 കിലോമീറ്റർ കടന്ന ഭാഗത്ത് മുറിഞ്ഞകലിലായിരുന്നു അപകടം. വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും 4 പേരിൽ 3 പേരും സംഭവസ്ഥലത്ത് മരണമടഞ്ഞിരുന്നു. ബിജു P. ജോർജാണ് വാഹനം ഓടിച്ചിരുന്നത്. കാറിൻ്റെ മുൻ സീറ്റിൽ ഇടതുവശത്ത് മാത്യു ഈപ്പൻ്റെ സ്ഥാനമായിരുന്നു. പിൻ സീറ്റിൽ ഇടതുവശത്താണ് അഖിൽ യാത്ര ചെയ്തത്. അതോടൊപ്പം തന്നെ എതിർദിശയിൽ അനുവും യാത്ര ചെയ്തിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഉള്ളിലേക്ക് ചുരുങ്ങിയ സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ മുൻവശത്തെ സീറ്റുകളിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെയും അതോടൊപ്പം തന്നെ പിൻവശത്തെ സീറ്റിലുണ്ടായിരുന്ന അഖിലിനെയും ആദ്യഘട്ടത്തിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. വാഹനത്തിൻ്റെ ഇടതുവശത്തെ ചില്ല് ഉടച്ചാണ് ഡോർ അൺലോക്ക് ചെയ്ത ശേഷം അനുവിനെയാണ് ആദ്യം പുറത്തെടുത്തത്. അനുവിന് തുടക്കത്തിൽ ജീവൻ അവശേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ആ ദിശയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. 4:05 വാഹനാപകടം ഉണ്ടാകുന്നത്. എതിർദിശയിൽ വന്ന തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. വാഹന അപകടത്തെ തുടർന്നുള്ള ആദ്യ സന്ദേശം ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ 4:18 ആംബുലൻസ് സ്ഥലത്തെത്തിയ ശേഷം വാഹനത്തിൻ്റെ ഇടതുവശത്തെ പിൻഭാഗത്തെ ഡോർ തുറന്ന് അനുവിനെ പുറത്തെടുത്തു. ശ്വാസമെടുക്കാൻ വിമ്മിഷ്ടപ്പെടുന്ന തരത്തിലായിരുന്നു അനുവിൻ്റെ രൂപം. അങ്ങനെ കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. വിദഗ്ധ ചികിത്സ വേണ്ടി വരും എന്നുള്ള ഉറപ്പിനെ തുടർന്ന് പിന്നീട് അനുവിനെ അവിടെ നിന്നും പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അവിടെ എത്തുന്നതിന് മുൻപ് മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. ശേഷം ആ ആംബുലൻസ് തന്നെ തിരികെ എത്തിയാണ് ബാക്കിയുള്ളവരെ കൂടി കൊണ്ടുപോയത്. ആംബുലൻസിൻ്റെ തുടർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് അല്പം കാലതാമസം നേരിട്ടു. ഒപ്പം തന്നെ 4:35 കോന്നിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘാംഗങ്ങളെത്തി യന്ത്രസഹായത്തോടു കൂടി വാഹനങ്ങളുടെ ഡോറുകളടക്കം പൊളിച്ചാണ് പിന്നീട് ഉള്ളിൽ കുടുങ്ങിയ മറ്റ് 3 പേരെയും പുറത്തെടുത്തത്. പിൻസീറ്റിൽ വലതുവശത്ത് യാത്ര ചെയ്തിരുന്ന നിഖിൽ തലകീഴായി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഒപ്പം തന്നെ മുൻവശത്തെയും പിൻവശത്തെയും സീറ്റുകൾക്കിടയിൽ കുടുങ്ങിയ അവസ്ഥയിലായതിനാൽ തന്നെ വാഹനം വെട്ടിപ്പൊളിച്ചെങ്കിൽ മാത്രമേ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് സ്ഥിതി. ചുരുക്കത്തിൽ അപകടത്തിൽ വാഹന യാത്രക്കാരായ 3 പേർ സംഭവ സ്ഥലത്തും അനു ആശുപത്രിയിലേക്കുള്ള വഴിയിലുമാണ്. വലിയ ശബ്ദത്തോടെ അപകടം ഉണ്ടായത് കേട്ടിരുന്നു എന്ന പരിസരവാസിയായ യുവാവും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. തുടർ നടപടികൾ എപ്പോഴാണ് അഭിലാൽ? ഈ സംസ്കാര ചടങ്ങിന്റെ തീയതിയോ സമയമോ മറ്റോ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടോ? പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടായത്. അത് പൂർത്തിയായി. മൃതശരീരം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇടത്തിട്ടയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. സംസ്കാരം എപ്പോൾ ഉണ്ടാകണമെന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനങ്ങൾ സംസ്ഥാനത്തിന് പുറത്തുള്ള ബന്ധുക്കളുടെ നാട്ടിലേക്കുള്ള വരവിന്റെ സൗകര്യം കൂടി കണക്കിലെടുത്ത് മാത്രമേ തീരുമാനിക്കൂ. വളരെ ദാരുണമായ ഒരു സംഭവത്തിലേക്കാണ് ഇന്ന് നമ്മളൊക്കെ രാവിലെ എത്തിയത്. പുലർച്ചെയായിരുന്നു ഇത് സംഭവിച്ചത്. സംസ്കാര ചടങ്ങുകൾ വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയ ശേഷം മാത്രം എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.